സുജനകൻ സ്നേഹത്താലും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ ഓർക്കണമൻ പീഡകൾ. ഞങ്ങളുടെ നാഥനായ യേശുവേ, തിരുസന്നിധിയിലേക്ക് വന്ന് എൻ്റെ വചനങ്ങളുടെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനും അതിൻ്റെ സന്തോഷത്തെ പങ്കിടുവാനും വചനത്താൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായി തീരുവാനും പുതിയ ജീവൻ്റെ ആത്മാവിനെ നിൻ്റെ വചനത്താൽ പ്രാപിക്കുവാനും നിൻ്റെ കാൽപാദത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. വചനം മാംസമായി തീർന്ന യേശുവമ്പുരാനെ, നിൻ്റെ സന്നിധിയിലേക്ക് ദാഹത്തോടെ വരുന്നവർ ആരെയും അവിടുന്ന് ഉപേക്ഷിക്കുകയോ ആ ദാഹത്തിന് ശമനം നൽകാതിരിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ദൈവമായ കർത്താവേ, ഞങ്ങളിലേക്ക് പകരുവാൻ പോകുന്ന വചനാഗ്നിയുടെ ശ്രേഷ്ഠത ഞങ്ങൾ തിരിച്ചറിയുകയും അതിൽ തന്നെ ഞങ്ങൾ ജീവിക്കുകയും അങ്ങനെ നിൻ്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്നതും തലകളെ വണക്കിയിരിക്കുന്നതുമായ എല്ലാവരെയും ഇപ്പോൾ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വചനത്തിൻ്റെ പൊരുൾ നീ നിൻ്റെ മാതാവിന് അവളുടെ ഹൃദയത്തിന്മേൽ സംഗ്രഹിക്കത്തക്കവണ്ണം കൊടുത്തതുപോലെ ഞങ്ങളുടെ ഹൃദയ മാംസപ്പലകളെയും ശുദ്ധീകരിക്കുകയും അവിടേക്ക് നിൻ്റെ വചനങ്ങൾ എഴുതി വയ്ക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും തന്മൂലം ഞങ്ങൾ വിശുദ്ധി പ്രാപിക്കുകയും വചനമയച്ച് അവരെ സൗഖ്യമാക്കിയ പ്രകാരം ഞങ്ങളെ നീ സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, നിൻ്റെ പരമമായ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുകയും അത് നിവർത്തിച്ച് സന്തോഷത്തോടെ നീ ഇവിടെ ഞങ്ങളുടെ മധ്യത്തിലിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആ ബോധ്യത്തോടുകൂടി ഞങ്ങൾ നിൻ്റെ വചനത്തെ തന്നെ ധ്യാനിക്കുവാൻ, അതായത് നിന്നെ തന്നെ ധ്യാനിക്കുവാനുള്ള വിശുദ്ധിയും നൈർമല്യവും പാപമോചനവും ഞങ്ങളിൽ മേൽ നൽകി ഞങ്ങളിൽ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. വന്നിരിക്കുന്ന എല്ലാവരെയും വചനത്താൽ സ്പർശിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമീൻ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം ഒന്നെടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. യെരമ്യാവിൻ്റെ പുസ്തകം 23:28 എടുക്കാമോ? യെരമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 28-ാം വാക്യം. അവിടെ നിന്നാണ് പറയുന്നത്. അവിടെയും കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട്. എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. അപ്പോൾ വചനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കർത്താവിടെ പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് 2 വാക്കുകൾ നമ്മൾ പഠിച്ചിരുന്നു. ലോഗോസ്, റേമ. 2 വാക്കുകൾ പഠിച്ചിരുന്നു. ലോഗോസ് എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനം. ഈ റേമയാണ് ലഭിച്ച വചനം, ജീവൻ്റെ വചനം തന്നെ. ലോഗോസും റേമയും ജീവൻ്റെ വചനം തന്നെ. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്ന എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിനെ സ്നേഹിക്കേണ്ടത് അവൻ്റെ വചനത്തെ പാലിച്ചുകൊണ്ടാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതിനുള്ള എഴുതപ്പെട്ട വചനം ഇവിടെയുണ്ട്. എന്നിട്ട് കർത്താവ് വീണ്ടും പറയുകയാണ്, എൻ്റെ വചനം ലഭിക്കണം. അതെങ്ങനെ ലഭിക്കും? അതാണ് റേമ. അതായത് നമ്മൾ വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ആത്മാവോട് സംസാരിച്ച്
ഈ വചനം എൻ്റേതാണ്, ഇന്ന് എനിക്കുള്ളതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏത് വചനമാണോ അതാണ് റേമ എന്ന് പറയുന്നത്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അത് ലഭിക്കണം. വചനം വെറുതെ വായിച്ചു വിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുന്നതിലല്ല കാര്യം. ഓരോ തവണയും നമ്മൾ വായിക്കുമ്പോഴും പുതിയ പുതിയ റേമ ലഭിക്കും. ലോഗോസ് എഴുതപ്പെട്ടതായി അവിടെ തന്നെ ഇരിക്കും. അതിൽ ജീവനുണ്ട്, അതിൽ അനുഗ്രഹമുണ്ട്. അത് വെറുതെ വായിച്ചാൽ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹത്തിൻ്റെ മാറ്റ് കൂട്ടുന്നത്, അല്ലെങ്കിൽ നമുക്കതിൽ ആനന്ദം വരണമെന്നുണ്ടെങ്കിൽ ഈ വചനം ലഭിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കേൾക്കുവാനും അറിയുവാനും താല്പര്യമുണ്ടാവുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വചനത്തെ ധ്യാനിക്കുമ്പോൾ പുതിയ മർമ്മങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോഴാണ് ഇതിൻ്റെ ആനന്ദം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ആമുഖമായി പറഞ്ഞുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തിലേക്ക് മടങ്ങി വരികയാണ്. നമ്മൾ പഠിക്കുന്നത് 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൻ്റെ തുടക്കഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും 15-ാം വാക്യം തൊട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. 6-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് എല്ലാ സുവിശേഷകന്മാരും പറഞ്ഞിരിക്കുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമാണ്. എല്ലാ സുവിശേഷരും പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 1-2 കാര്യം കൂടെ ആമുഖമായിട്ട് പറയുകയാണ്. അതിനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാം വാക്യം എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാം വാക്യം ഒരാൾ എടുക്കുമ്പോൾ വേറൊരാൾ യിരെമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യവും വായിക്കണം. ഒരാൾ ആദ്യം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിപന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. പച്ചപ്പുല്ലിലാണ് ഇരുത്തുവാൻ കൽപ്പിക്കുന്നത്. മരുഭൂമിയിൽ ഒരു പച്ചപ്പുല്ല് കർത്താവ് ക്രമീകരിക്കും. യോഹന്നാൻ ശ്ലീഹ അവിടെ എഴുതിയിരിക്കുന്നത് ഡെസേർട്ടഡ് പ്ലേസ് എന്നാണ്. മരുഭൂമിയിലെ പച്ചപ്പുല്ലിന് ഡെസേർട്ടഡ് പ്ലേസ് എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ഇരുത്തുവാൻ കൽപ്പിച്ചു. ഇനിയും യിരെമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കാം. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകും. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ, യോഹന്നാന് നമ്മൾ മുമ്പേ പഠിച്ചു കഴിഞ്ഞു, ഒരു കാര്യം എഴുതുമ്പോൾ അടയാളമായിട്ട് പറയുന്നതിൻ്റെ കാര്യം എല്ലാ വാക്കുകളിലും അല്ലെങ്കിൽ ഒരു ആശയത്തിലും ഒരു അടയാളമുണ്ടെങ്കിൽ ആ അടയാളത്തിന് പിന്നിൽ ആ അടയാളം സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് നമുക്ക് റേമയായിട്ട് വെളിവായി വരേണ്ടത്. അപ്പോൾ ഇവിടെ യിരെമ്യാവ് പ്രവചിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ. അങ്ങനെ പറയുവാൻ കാരണം യഹൂദാ ജനവും ഇസ്രായേൽ ജനവും മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ വീണ് അവർ പ്രവാസികളായി പോകേണ്ടി വന്ന ഒരു സമയമുണ്ടായിരുന്നു. പ്രവാസത്തിന് മുമ്പും പിമ്പും ജീവിച്ചിരുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രവചിച്ചിരുന്ന ആളാണ് യിരെമ്യാ. യഹൂദാ ജനമേ, ഇസ്രായേൽ ജനമേ, നിങ്ങൾ ഈ സ്ഥിതി തുടർന്നാൽ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്ന് പ്രവചിച്ചിരുന്ന യിരെമ്യാ പ്രവാചകൻ്റെ ഒരു വാക്കും കേൾക്കാതെ ആ ജനം ജീവിച്ചതുകൊണ്ട് പ്രവാസകാലത്ത് ഇവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ യിരെമ്യാവിനും അവരുടെ കൂടെ പോകേണ്ടി വന്നു. യിരെമ്യാവിനെ പിടിച്ച് ആമത്തിലൊക്കെ ഇട്ടു. നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുവാൻ സാധിക്കും. യിരെമ്യാവിനെ ആമത്തിലിട്ട് ദണ്ഡിപ്പിച്ചതാണ്. അപ്പോൾ ആ യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ
എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ ഈ പുൽപ്പുറങ്ങളിൽ അവരെ ഇരുത്തുവീൻ എന്ന് പറയുമ്പോൾ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൻ്റെ അടുത്ത വാക്ക് അവ വർദ്ധിച്ചു പെരുകുമെന്നാണ്. പുൽപ്പുറങ്ങളിൽ കർത്താവ് അവരെ ഇരുത്തിയതിന് ശേഷം അപ്പം കൊടുത്ത് തൃപ്തരാക്കി അത് വർദ്ധിപ്പിച്ച് പെരുക്കിയിട്ടാണ് കർത്താവ് ആ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്കും ജാതികൾക്കും ലോകത്തിലുള്ള നാനാഭാഗങ്ങളിലുള്ള എല്ലാ ജനത്തിനും, അത് ആരുമായിക്കോട്ടെ, കർത്താവിൽ വിശ്വസിക്കുന്നവർക്കും അവൻ്റെ വചനം കേട്ടനുസരിക്കുന്നവർക്കും പച്ചപ്പുല്ലിൽ വർദ്ധിച്ചു പെരുകുന്ന ഒരനുഭവം കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ള കാര്യം യോഹന്നാൻ ശ്ലീഹ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് മർക്കോസ് എവൻഗലിസ്തായും യോഹന്നാൻ എവൻഗലിസ്തായും പച്ചപ്പുല്ല് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ബോധപൂർവമാണ്. അവിടെ സമൃദ്ധിയുണ്ട്, സ്വച്ഛതയുണ്ട്, സമാധാനമുണ്ട്. ഇനി നമുക്ക് 15-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 15-ാം വാക്യം. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് കയറിപ്പോയി. പലപ്പോഴും നമ്മൾ മറക്കുന്നൊരു കാര്യമാണ് യേശുവിൻ്റെ രാജത്വ പദവി, അല്ലെങ്കിൽ അവൻ രാജാവാകുന്നു എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്നുണ്ട്. കാരുണ്യവാനാകുന്നു, സ്നേഹവാനാകുന്നു, ദീർഘക്ഷമയുള്ളവനാകുന്നു, കാൽവറിയിൽ മരിച്ചവനാകുന്നു. എന്നാൽ യേശു രാജാവാകുന്നു. പീലാത്തോസ് യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്, നീ രാജാവോ? അതിന് മാത്രം യേശു ഉത്തരം പറഞ്ഞു, വേറൊന്നിനും ഉത്തരം പറഞ്ഞില്ല. നീ ക്രിസ്തുവാകുന്നുവോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴും നീ രാജാവാകുന്നുവോ, ഈ ചോദ്യത്തിന് കർത്താവ് ഉത്തരം പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ആ ചോദ്യം ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയിലാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ദൈവസ്വരൂപത്തിൻ്റെ ഒട്ടും മാറ്റമില്ലാത്ത, മായമില്ലാത്ത ഒരു ഭാവരൂപമാണ് രാജത്വം, പ്രവാചകത്വം, പൗരോഹിത്യം. പൊന്ന്, മൂര്, കുന്തിരിക്കം വിദ്വാൻമാർ കാഴ്ചവെക്കുന്നത് അവൻ്റെ പൗരോഹിത്യത്തെയും പ്രവാചകത്വത്തെയും രാജ്യത്വത്തെയും സൂചിപ്പിക്കാനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ദൈവത്തിൻ്റെ സ്വരൂപ സാദൃശ്യത്തിൽ ഉള്ള ഘടകങ്ങളാണ്. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവനെ സൃഷ്ടിയുടെ രാജാവുമായിട്ടുമാണ് സൃഷ്ടിച്ചത്. ആദമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിയിന്മേൽ അവന് സകലത്തിലും എന്തു കൊടുത്തു? അധികാരം കൊടുത്തു. വാഴ്ചയ്ക്കുള്ള അധികാരം. വാഴ്ച എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കരുത്. ദൈവികമായ വാഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, അധികാരം, വാഴ്ച എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വാക്ക് കിടപ്പുണ്ട്, സ്നേഹം. അതായത് കർത്താവ് അരയിൽ തോർത്ത് ചുറ്റി കുനിഞ്ഞു നിന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഇതുപോലെ നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറയുന്നതാണ് അധികാരം. അല്ലാതെ ലോകപരമായി ഒരാൾക്ക് കീഴെ ഒരാൾ, അതിന് കീഴെ ഒരാൾ, അതിനും കീഴെ ഒരാൾ, എന്നിട്ട് ഏറ്റവും മേളിൽ ഒരാളിരുന്ന് അവരുടെ അധികാരം എക്സസൈസ് ചെയ്യുന്നതിനെ അല്ല ആരാധനപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും നമ്മൾ അധികാരമെന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന ഗ്രീക്ക് വാക്കാണ് എക്സൂസിയ. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നിങ്ങൾ മറന്നുപോയതാണ്, സാരമില്ല. ഗ്രീക്ക് വാക്കൊന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എക്സൂസിയ എന്ന് പറഞ്ഞാൽ അധികാരം. പട്ടക്കാരൻ നിങ്ങളുടെ തലയിൽ വെച്ച് ഹുസോയ തരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: സർവാധിപതിയും സർവശക്തനുമായ ദൈവമായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കും പ്രധാന ആചാര്യന്മാർക്കും കൈമാറി തന്നിരിക്കുന്ന അധികാരത്താൽ, അതെന്നിലേക്കും വന്നിരിക്കുന്ന അധികാരത്താൽ ഞാൻ നിനക്ക് പാപമോചനം നൽകുന്നു എന്നാണ് അതിൻ്റെ രത്നചുരുക്കം. ഈ അധികാരം എന്നുള്ളത് നമ്മൾ ഈ ലോകപരമായൊരു അധികാരമല്ല, മറിച്ച് ഇത് ദൈവീകമായൊരു അധികാരമാണ്. അതിന് സ്നേഹം എന്നൊരു
വലിയ എസൻസ് ആ അധികാരത്തിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ ആ അധികാരം പ്രയോഗിക്കുവാൻ പറ്റില്ല, ദൈവികമായി ആരെയും നേടുവാൻ പറ്റില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ അധ്യായം പഠിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു. എടുക്കാം, 1-ാം അധ്യായത്തിൻ്റെ എത്രാം വാക്യമാണ്? 16-ാം വാക്യം. 16-ാം വാക്യം. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്തത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും. ഈ രണ്ട് സാധനങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ്? കൃപയും സത്യവും. അന്ന് നമ്മൾ പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? അതായത് ചിലർ വളരെ സത്യവാന്മാരാണ്, എല്ലാ കാര്യത്തിനും വളരെ സ്ട്രിക്റ്റാണ്, കൃപയില്ല. ചിലർ വളരെ കൃപയാണ്, പക്ഷേ അതിനകത്ത് ഒരു സത്യം ഇല്ല, എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയില്ല. അങ്ങനെ ഒരു ആധ്യാത്മികതയിൽ ഒരു അപകടം കിടപ്പുണ്ട്. ചിലർ എല്ലാ കാര്യത്തിനും വളരെ സ്ട്രിക്റ്റാണ്, ഒന്നിനും ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് എന്തുവാ, ഒരു മനുഷ്യനും അവരുടെ അടുത്തിലേക്ക് അടുക്കത്തില്ല, കൃപയില്ല, അടുക്കുവാനുള്ള കൃപയില്ല. ചിലർ എല്ലാ കാര്യവും ലിബറലാണ്, എല്ലാത്തിനും ഒരു അയവ് രീതിയാണ്. ദൈവികതയല്ലേ, അങ്ങനെ പോട്ടെ, ആരെയും വിഷമിപ്പിക്കണ്ട. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ അത് ഒരു നിയന്ത്രണമില്ലാതെ അലങ്കോലമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൃപയും സത്യമുള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്തവനാണ് യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ രാജാവായ യേശുവിനെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുകയും അറിഞ്ഞിരിക്കുകയും വേണം. അവൻ എൻ്റെ രാജാവാകുന്നു. എടുക്കാം, തീമോത്തിയോസിന് എഴുതിയ ലേഖനം 1 തീമോത്തി 1:17. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനം. അതുപോലെ തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ മറ്റൊരു അതിമനോഹരമായ വാക്യമുണ്ട്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാലും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവന് തക്ക സമയത്ത് അവൻ തൻ്റെ പ്രത്യക്ഷത വരുത്തും എന്നുള്ളത് 6-ാം അധ്യായം 16-ാം വാക്യം. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. തീമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഈ രാജാധികാരിയായ അല്ലെങ്കിൽ രാജാവായ അധികാരിയായ എല്ലാത്തിനും മേലെയുള്ളവൻ എന്നുള്ള രീതിയിൽ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഈ രാജത്വം അല്ലെങ്കിൽ ആ ഭാവം മുഴുവനും പിതാവാം ദൈവത്തെ അവൻ ഏൽപ്പിക്കും എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. എടുക്കാം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 23 മുതൽ താഴോട്ട് വായിക്കാം. ഓരോരുത്തനും താൻ്റെ നിരയിലത്രേ, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. ഞാനിതിപ്പം പിതാവാം ദൈവത്തിൻ്റെ കാര്യം പറയുവാൻ ശ്രമിച്ചതിൻ്റെ കാര്യം, കർത്താവ് ഇനിയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ എല്ലാ ഭാഗത്തും പിതാവിനെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഈ സംഭവത്തിൻ്റെ ബാക്കി പത്രമായി യോഹന്നാൻ ശ്ലീഹ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി യോഹന്നാൻ ശ്ലീഹ പറഞ്ഞുകൊണ്ട് വന്നത് ജീവൻ്റെ അപ്പമായ യേശുവിനെ പറ്റിയും പിതാവിനെ പറ്റിയും നിത്യജീവനെ പറ്റിയുമാണ്. അതിനൊരാരംഭം ഇടാനാണ് ഈ അധ്യായത്തിൽ ഈ 5 അപ്പം കൊണ്ട് 5000 പേരുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. 5 അപ്പം കൊണ്ട് എല്ലാവരെയും തൃപ്തി വരുത്തി പോഷിപ്പിച്ചവൻ ജീവൻ്റെ അപ്പമാകുന്നുവെന്നും അവൻ ജീവനുള്ള അപ്പം തന്ന് എല്ലാവരെയും, ലോകത്തിലുള്ള സകല ജാതി
ജനങ്ങളെയും പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും അവൻ സമൃദ്ധിയായി തരുമെന്നും അത് എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നും കാണിക്കുവാനും കൂടിയാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ അഞ്ചപ്പത്തിൻ്റെ സംഭവം യോഹന്നാൻ ശ്ലീഹ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അഞ്ചപ്പം അടയാളമായിരിക്കുന്നത് ജീവൻ്റെ അപ്പത്തിലേക്കാണ്. അപ്പം നമുക്ക് താഴോട്ട് ആ ഭാഗം നമുക്ക് വായിക്കാം. 15-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ പോകുന്നു എന്ന് യേശു പറഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. എനിക്ക് അവിടെ പഠിക്കാനുണ്ട്. ദൈവം രാജാവായവൻ, അവനറിയാം അവൻ രാജാവാകുന്നു എന്നുള്ളത്. അവനറിയാമായിരുന്നിട്ടും അവൻ തൻ്റെ രാജ്യത്തെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുമ്പോൾ സമയമാകുന്നതിന് മുമ്പേ തന്നെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്തു നിന്നും കർത്താവ് വാങ്ങിപ്പോയി തനിച്ച് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തനിയെയുള്ള പ്രാർത്ഥനകളിലല്ലാതെ പല ദൈവിക രഹസ്യങ്ങളും നമുക്ക് വെളിവാകി കിട്ടത്തുമില്ല. മാത്രമല്ല പല പരീക്ഷകളിൽ നിന്നും നമുക്കിതുപോലെ തെന്നിമാറുവാനും സാധിക്കുകയില്ല. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും, നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും തനിയെയുള്ള പ്രാർത്ഥന ശീലിക്കേണ്ടിയിരിക്കുന്നു. 124-ാം സങ്കീർത്തനത്തിൽ ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. നദി നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനുമീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയാക്കി കൊടുക്കായകയാൽ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. വേട്ടക്കാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോയിരിക്കുന്നു. കെണി പൊട്ടി നാം വഴുതിപ്പോയിരിക്കുന്നു. ഇതെങ്ങനെയാണ് വഴുതിപ്പോകുന്നത്? ഇപ്പം കർത്താവ് ഒരു വഴുതിപ്പോക്കലാണ് നടത്തിയത്. രാജാവാക്കുവാൻ വന്നവർ പ്രശംസ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ ഒരു സങ്കീർത്തനത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: കർത്താവെ, പ്രശംസക്കാരുടെ കെണികളിൽ നിന്ന്, ഇതൊരു കെണിയാണ്, ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഒരുപാട് പുകഴ്ത്തുക, ആ പുകഴ്ത്തുകൾ നമുക്ക് ഒരു ആനന്ദമായിട്ട് തോന്നുക, അത് വലിയ പ്രശ്നമാണ്. ഈ ബാലൻസ് കീപ്പ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ ഉന്നതമായൊരു ലക്ഷണമാണ്. ആരെയും ഇടിച്ചു താഴ്ത്തിയാൽ താഴാതെയും പൊക്കിയാൽ അതിനനുസരിച്ച് നമുക്ക് അഹംഭാവം വർദ്ധിക്കാതെ ഇരിക്കുവാനുള്ള ഒരു ദൈവീയ കൃപ നമ്മൾ ആധ്യാത്മികതയിൽ പ്രാപിച്ചെടുത്തിരിക്കണം. ഇത് രണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഒരു സൈഡിൽ കൂടെ ഒരാൾ നമ്മളെ ഭംഗിയായിട്ട് പുകഴ്ത്തുമ്പോൾ പ്രതീക്ഷിച്ചു കൊള്ളണം, വലിയ താമസമില്ലാതെ ഒരു ഇകഴ്ത്തൽ വരും. അത് ദൈവം പോലും അനുവദിക്കുന്നതാണ്. കാരണം ഒരു രീതിയിലും നമുക്ക് ആ പുകഴ്ത്തലിലോ ഇകഴ്ത്തലിലോ നമ്മുടെ ആധ്യാത്മികതയെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയെ അത് ബാധിക്കുവാൻ ഇടയാവരുത്. അയൽവക്കക്കാരെന്ത് പറഞ്ഞാലും കൊള്ളാം, നാട്ടുകാരെന്ത് പറഞ്ഞാലും കൊള്ളാം. നമുക്ക് സാക്ഷ്യം നൽകേണ്ടതാരാ? യേശുവിന് സാക്ഷ്യം കൊടുത്തതാരാ? യേശുവിനെ സാക്ഷിച്ചതാരാണ്? അല്ല, യോഹന്നാൻ സാക്ഷിച്ചു, അങ്ങനെയല്ല. കർത്താവിടെ പറയുന്നുണ്ട്, നമുക്കിനി താഴോട്ട് വരുമ്പോൾ ആ കാര്യങ്ങളെല്ലാം പഠിക്കും. എന്നെ സാക്ഷിക്കുന്നവൻ എൻ്റെ പിതാവാകുന്നു. എൻ്റെ പിതാവിൻ്റെ സാക്ഷ്യമല്ലാതെ എനിക്കൊരു സാക്ഷ്യമില്ല. എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ കണ്ട് അറിഞ്ഞ് എന്നെ വിശ്വസിക്കുന്നത്, അതുമൂലം ഞാൻ പിതാവിൻ്റെ സാക്ഷിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ പിതാവ് എൻ്റെ സാക്ഷിയാണ്. അതുപോലെ നമ്മുടെ സാക്ഷി ആരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പോൾ ആരുടെയും സാക്ഷ്യപത്രം നമുക്ക് വേണ്ട, ആരുടെയും സാക്ഷ്യം നമുക്ക് ആവശ്യവുമില്ല. മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് ദൈവത്താലുള്ള ഒരു സാക്ഷ്യം നമുക്ക് ലഭിക്കത്തക്കവണ്ണം കർത്താവിൻ്റെ സാക്ഷ്യമാണ് നമുക്ക് വേണ്ടെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ആ ബാലൻസ് കീപ്പ് ചെയ്ത് പോകുവാൻ ഇത് സഹായിക്കും. അതിന് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് തനിയെയുള്ള പ്രാർത്ഥന. എല്ലാവരും ഒരു കുടുംബ പ്രാർത്ഥനയിൽ അങ്ങ് തൃപ്തിപ്പെടുകയാണ്. രാവിലെ ഒരു നമസ്കാരം, വൈകിട്ടൊരു നമസ്കാരം. പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. വേദപുസ്തകം വായിക്കുന്നുണ്ടോ? വേദപുസ്തകം വായിക്കുന്നുണ്ട്.
തനിയെ എന്ന് പറയുമ്പോൾ കർത്താവ് പിതാവാം ദൈവവുമായിട്ട് രാത്രി മുഴുവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ആ തനിയെയുള്ള ആ ഒരു ആധ്യാത്മിക ബന്ധത്തിലാണ് പാപക്കണിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ആത്മീക ധർമ്മത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് പ്രചോദനം നൽകുന്നത്. നമുക്കൊരു വചനം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യമാണെന്ന് തോന്നുന്നു. 5-ാം അധ്യായം എടുക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കർത്താവ് കണ്ണുനീര് വാർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആകെ ഓർമ്മ വരുന്ന വാക്യം ലാസറിൻ്റെ കല്ലറയിൽ നിന്ന് യേശു കണ്ണുനീർ വാർത്തു. അത് കൊച്ചിലെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം ഇതാണ് കേട്ടോ. ഏതാണ്? യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തത് ലാസറിൻ്റെ കല്ലറയിൽ വെച്ച് മാത്രമല്ല. ലാസറിൻ്റെ കല്ലറയിൽ വെച്ച് കണ്ണുനീർ വാർക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു താനും. കാരണം കർത്താവിന് അറിയത്തില്ലേ ലാസർ ഉയർക്കാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ അതല്ല കർത്താവ് കരഞ്ഞതിൻ്റെ കാര്യം. അത് നമുക്ക് ആ ഭാഗം വരുമ്പോൾ പഠിച്ചുകൊള്ളാം. ലാസറേ ഉയർക്കുവാൻ പോവുകയാണെന്നുള്ള കാര്യം കർത്താവിന് അറിയാമായിരുന്നല്ലോ, ഇല്ലേ? പിന്നെ കരയേണ്ട ആവശ്യമുണ്ടോ? അപ്പം കർത്താവ് കരഞ്ഞത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, യേശു എല്ലാ ദിവസവും കണ്ണുനീരോടുകൂടി തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ദൈവസന്നിധിയിൽ മാറിയിരുന്നെങ്കിൽ മാത്രമേ, അതായത് കർത്താവും നമ്മളുമായിട്ടുള്ള ഒരു പ്രത്യേക സമയം ദിവസവും നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരീക്ഷകളെ, വരുന്ന വേദനകളെ തരണം ചെയ്യുവാനുള്ള ശക്തി കിട്ടുന്നത് അവൻ എപ്പോഴും സാന്നിധ്യത്താൽ നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് തന്ന് ഒരു എഗ്രിമെൻ്റ്. അത് ഉറപ്പെന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് പോലെ. അത് ആ ബോധ്യം ഉണ്ടാവുകയും എപ്പോഴും ആ സാന്നിധ്യം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് തനിച്ചുള്ള പ്രാർത്ഥനയിലാണ് അത് നേടിയെടുക്കേണ്ടത്. തനിച്ചുള്ള പ്രാർത്ഥന കൂടാതെ, പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥന കൂടാതെ സമൂഹ പ്രാർത്ഥനയിൽ വന്ന് നമ്മൾ സംബന്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കുവാനുള്ള സാധ്യത കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അതിനായിട്ട് ഒരുങ്ങി വരണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ശനിയാഴ്ച സന്ധ്യ മുതൽ ഞായർ സന്ധ്യ വരെ ശബത്താക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അത് ആ പൊതുവായ ദൈവാരാധനയിൽ സ്വർഗീയ ദൂതന്മാരോടും അനേകായിരം സംഘങ്ങളോടും സ്വർഗത്തിൽ പേരിരിക്കുന്ന ആദിജാതന്മാരോടും അങ്ങനെ വലിയൊരു സാക്ഷികളുടെ സമൂഹം മുഴുവൻ നിന്ന് ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ ശക്തി നമ്മളിലേക്ക് ശരിയായി പ്രവഹിക്കുവാൻ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. അതിനൊരു തനിച്ച അവസ്ഥ ആവശ്യമാണ്. ഇനിയും തനിയെ എന്ന് പറയുമ്പോൾ ആ വാക്കിനെ കുറച്ചും കൂടെ ഒന്ന് ആഴത്തിൽ പറഞ്ഞു തരാൻ പോവുകയാണ്. പലരും കേൾക്കുമ്പോൾ വിഷമിക്കുന്ന ഒരു വാക്കാണ് തനിയെയാകുക എന്നുള്ളത്, അല്ലേ? അതെന്തുകൊണ്ടാണ്? 2 വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്ന് എലോൺനെസ് എന്ന് പറയും. എലോൺനെസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എലോൺ, ഞാൻ എലോണാണ് എന്ന് പറയത്തില്ലേ, എലോൺ. എലോൺനെസ് എന്നൊരു വാക്കുണ്ട്, അല്ലേ? മറ്റൊരു വാക്ക് ഐഡിൽനെസ് ആണ്. ഐഡിൽനെസ്. ഒരു വാക്ക് എലോൺനെസ്, മറ്റേ വാക്ക് ഐഡിൽനെസ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ലോൺലിനെസ്. അതാണ് നല്ല വാക്ക്, അതെടുത്തു. ആദ്യത്തെ വാക്ക് എലോൺനെസ്, മറ്റേത് ലോൺലെസ്. ഇതിന് രണ്ടും വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഉള്ളത്. കേൾക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് തോന്നും. കാരണം എന്താ?
എലോൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒറ്റയ്ക്കാവുക. ഐ ആം എലോൺ. പലരും പറയും ഐ ആം എലോൺ. ചിലർ പറയും ഐ ആം ലോൺലി. ഇത് ശ്രദ്ധിച്ചോളണം. ഇത് രണ്ടും പഠിക്കേണ്ട ഒരു വാക്കാണ്. ലോൺലെസ് എന്ന് പറയുന്ന അപകടമാണ്. ഈ ലോൺലെസ് ആണ് ഈ ഐഡിൽനെസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ലോൺലെസ് ഐഡിൽനെസ് ഉണ്ടാക്കി അവിടെ പിശാച് പണി തുടങ്ങും. അതുകൊണ്ടാണ് ആൻ ഐഡിൽ മാൻസ് മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ? മടിയൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. ഐഡിലായിരിക്കുക, ലോൺലി ആവുക. ലോൺലി ആയാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ പിശാച് കയറി പണി തുടങ്ങും. എന്നാൽ എലോൺ എന്ന് പറഞ്ഞാൽ അതല്ല. ഈ കർത്താവ് പിതാവിൻ്റെ അടുത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എലോൺനെസ് ആണ്. എന്ന് പറഞ്ഞാൽ എലോണിനെ നമ്മളൊന്ന് പിരിച്ചെഴുതിയാൽ ഓൾ പ്ലസ് വൺ എന്നെഴുതാം. ഓൾ പ്ലസ് വൺ, അതായത് ദ ഓൾ, എല്ലാമായവൻ്റെ കൂടെ ഇരിക്കുന്ന അനുഭവത്തിനെയാണ് എലോൺനെസ് എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങൾ ലോൺലെസ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ദൈവം എലോൺനെസ്സിനുള്ള സാധ്യത നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ, കർത്താവ് എന്നിൽ നിന്ന് മാറി നിന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് നമ്മുടെ മാനുഷിക ഭാവമാണ്. കുരിശിൽ കർത്താവ് ലോൺലി ആയിരുന്നില്ല. എല്ലാവരും എങ്കിൽ നിന്ന് ഇടറിപ്പോകും, എല്ലാവരും എന്നെ വിട്ടുപോകും, നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് ചിതറിപ്പോകും. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലാതാനും. അതാണ്, പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലാതാനും. നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാവരും എങ്കിൽ ഇടറിപ്പോയാലും കർത്താവ് എന്നോട് കൂടെയുള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല. കാരണം കർത്താവ് അങ്ങനെ ഒരു അവസ്ഥ ഒരു വിശ്വാസി പറയുന്നത് ഇഷ്ടപ്പെടുന്ന പോലുമില്ല. കാരണം കർത്താവ് എന്നുള്ള വാഗ്ദാനം എന്താണ് അവൻ്റെ വാഗ്ദത്തം? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലമിപ്പോരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കേണ്ടതിന് നിങ്ങളെ വീണ്ടും കൈക്കൊള്ളും. അതാണ് അവിടെ ആ ഉറപ്പാണ്. പക്ഷേ കർത്താവ് ഒറ്റയ്ക്കേ ഉള്ളൂ. മാറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല. അത് അറിയണം എന്നുണ്ടെങ്കിൽ തനിയെ ഇരുന്ന് ആ സാന്നിധ്യം നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. ആ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹപരമായ വരമാണ് കണ്ണുനീർ. ഇതൊരു അനുഗ്രഹ വരമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഉറച്ച നിലവിളിയോടെ, എനിക്ക് തോന്നുന്നത് സന്തോഷത്തിലാണ്, പിതാവിൻ്റെ സാന്നിധ്യം താൻ തിരിച്ചറിയുമ്പോഴുള്ള സന്തോഷത്തിൽ ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി പ്രാർത്ഥനയും അപേക്ഷയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആ ലഭിച്ച സാധനമാണ് നമ്മൾ ആദ്യം വായിച്ചത്, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. ഇതിൽ കിട്ടണം. ഇത് കിട്ടുമ്പോഴേ ഇത് ആക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ ആക്റ്റീവ് നേച്ചറും സംഭവിക്കുന്നത് വചനത്തിലൂടെയാണ്. വചനം ഒരു ആക്ടിവേഷൻ കോഡാണ്, ആക്ടിവേഷൻ കീയാണ്. ഇത് ഉള്ളിൽ കയറാത്തവന് ആത്മീയത എന്താണെന്നറിയുവാൻ പോലും പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മളിനി എന്തെല്ലാം പ്രസംഗിച്ചാലും എന്തെല്ലാം സുവിശേഷഘോഷണം നടത്തിയാലും ഞാനിനി എത്ര കുർബാന ചൊല്ലിയാലും വചനം ഉള്ളിൽ കയറി ഇത് റേമയായിട്ട് പരിണമിക്കാതെ, അങ്ങനെ വേണം. ഈ ലോഗോസ് നമുക്ക് ഡോക്മയായിട്ട് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ട് കഥയൊന്നുമില്ല. അത് നല്ലതാണ്. പക്ഷേ ഈ ഡോക്ടറേറ്റ് ആത്മാവിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം അന്യമായി പോകും. ഡോക്ടറേറ്റ് ലഭിക്കേണ്ടത് റേമയിലാണ്. അത് അടുക്കളയിൽ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മച്ചിക്കും കിട്ടും. അത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, വേദശാസ്ത്രജ്ഞന്മാരിൽ വേദശാസ്ത്രജ്ഞനായ ഗ്രിഗറി ഓഫ് നിസയാണ്.
ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എ തിയോളജിയൻ ഈസ് എ സിമ്പിൾ ഫാർമർ ഹൂ ലീവ്സ് അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ് മാസ്റ്റർ ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഇത്രയേ ഉള്ളൂ. അവനാണ് വേദശാസ്ത്രജ്ഞൻ. മറ്റേത് ലോകപരമായി നമുക്കൊരു ഡിഗ്രിയൊക്കെ കൈ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നത് തനിയെയുള്ള പ്രാർത്ഥനയിലാണ്. അപ്പോൾ ഓൾ പ്ലസ് വൺ എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്കാണ് പിതാക്കന്മാർ കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള ഒരു വാക്ക് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. ഇതിനെയാണ് നത്തിങ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശൂന്യത. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ഒന്നും പിടി കിട്ടിയില്ല. നമ്മൾ പ്രാർത്ഥിക്കില്ലേ, ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും, അല്ലെങ്കിൽ മറ്റൊരു വാക്കാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉള്ളതിലേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് പണ്ട് ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു, സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഇതാ 2 നില മണിമാളികയിൽ ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ച പ്രാർത്ഥനയാണെന്നാണ് പലരുടെയും വിചാരം. അതൊന്നുമല്ല. ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഞാനും നീ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്കങ്ങനെ ഒരു കാലമുണ്ട്. നമ്മുടെ ആത്മാവ് യേശുവിലായിരുന്നിരുന്ന ഒരു കാലം. ആ ശൂന്യതയിൽ നിന്ന് എന്നെ സൃഷ്ടിക്കുകയും ആ ഇല്ലായ്മയിൽ നിന്ന്, ആ നത്തിങ്നെസ്സിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുവരികയും. അപ്പോൾ ഈ നത്തിങ്നെസ്, ശൂന്യത എന്ന് പറയുന്നത് നെഗറ്റീവ് വാക്കാണോ പോസിറ്റീവ് വാക്കാണോ? പോസിറ്റീവ് വാക്ക്. പോസിറ്റീവ് വാക്കാണെങ്കിൽ നത്തിങ്നെസ് എന്ന് പറയുന്നത് ഫുൾനെസ് ആണ്. ഫുൾനെസ്. ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് എല്ലാമായവൻ്റെ കൂടെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മ ഫുൾനെസ് ആണ്. നത്തിങ്നെസ് ഈസ് ഫുൾനെസ്. ഫുൾനെസ്സിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ പോലെ പറയുവാണെങ്കിൽ ഓൾ പ്ലസ് വൺ സമം നത്തിങ്നെസ് സമം എംപ്റ്റീനെസ് സമം ഫുൾനെസ് സമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റെസ്റ്റ് ഇൻ പീസ് സമം ശബത്ത്. ഇതാണ് നത്തിങ്നെസ്. ശബത്ത് എന്ന് പറഞ്ഞ ഒരു ദിവസമല്ല, ഇതൊരു അനുഭവമാണ്. ആ അനുഭവം ഉണ്ട് എന്ന് നമ്മളെ കാണിക്കുവാൻ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ശബത്ത്. സത്യത്തിൽ പുതിയ നിയമവിശ്വാസിക്ക് എല്ലാ ദിവസവും ശബത്താണ്. കർത്താവിനോടുകൂടി വിശ്രമിക്കുന്നതിനെയാണ് ശബത്ത് എന്ന് പറയുന്നത്. റെസ്റ്റ് ഇൻ പീസ്. അത് ആനന്ദമായി മാറുന്നത് രഹസ്യ പ്രാർത്ഥനകളിൽ നിന്ന് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കറിയാമോ, പഴയ പുരോഹിതന്മാരായ പിതാക്കന്മാരിൽ വിശുദ്ധ കുർബാന ചൊല്ലിയിട്ടില്ലാത്ത സന്യാസ്യ ശ്രേഷ്ഠന്മാരുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ചൊല്ലുന്നതും സംബന്ധിക്കുന്നതും ഒക്കെ ഒരേ അനുഭവമാണ്. അത്രയ്ക്ക് വളർന്നു. മാർ അപ്രയും അച്ഛൻ പോലും ആയില്ല, ഷമാശനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്തുകൊണ്ട് അദ്ദേഹം പട്ടക്കാരനായില്ല? ഒരു ഡീക്കൻ മാത്രമായിട്ട് ജീവിതം അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ എത്രയോ വരികളാണ് നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്നത്, പാടുന്നത്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ ഏന്തുവാനുള്ള യോഗ്യത എൻ്റെ കൈകൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കശീശ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ആകാതെ ഇരുന്നത്. ശമോൻ ദസ്തിനി കേട്ടിട്ടുണ്ടോ? ശമോൻ ദസ്തിനി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? തൂണിന്മേൽ തപസ് ചെയ്യുകയായിരുന്നു. എല്ലാവർക്കും കിട്ടുന്ന വരവൊന്നുമല്ല, അതുകൊണ്ട് എല്ലാവരും പോയി തൂണിന്മേൽ തപസ് ചെയ്യണമെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. മണിക്കൂറുകൾ തൂണിന്മേൽ നിന്ന് തപസ് ചെയ്യുക, ഇത് വേറൊരു ആത്മവരമാണ്. ഇതെല്ലാം നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ആനന്ദം കിട്ടുന്നത്, കർത്താവിൻ്റെ സാന്നിധ്യം ആ തൂണിന്മേൽ നിൽക്കുമ്പോൾ ആ തൂണിന്മേൽ നിൽക്കുന്ന ഭാരമല്ല അവരൊന്നും അറിയുന്നത്, മറിച്ച് സാന്നിധ്യത്തിൻ്റെ സന്തോഷമാണ്. ഇതാണ് നമുക്ക് രഹസ്യ പ്രാർത്ഥനയിലൂടെയും ഈ തനിച്ചിരുന്നുള്ള പ്രാർത്ഥനയിലൂടെയും കിട്ടേണ്ടത്. പക്ഷേ പലപ്പോഴും
നമ്മുടെ തനിച്ചിരുന്നുള്ള രഹസ്യ പ്രാർത്ഥനകൾ മുഴുവൻ നമ്മളുടെ ഈ പരാതികൾ പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ സമർപ്പിക്കുന്നതാണ് രഹസ്യ പ്രാർത്ഥനയാണ് നമ്മുടെ വിചാരം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ സമർപ്പിക്കുക, കുറേ കാര്യങ്ങൾ പറയുക, ചിലപ്പം 10, 15, 20, 1 മണിക്കൂറോ ഒക്കെ ഇരുന്ന് നമ്മളിങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നതാണ് രഹസ്യ പ്രാർത്ഥന എന്നാണ് നമ്മുടെ വിചാരം. അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങളെ സമർപ്പിക്കേണ്ട എന്നൊന്നും അതിനർത്ഥമില്ല. മറിച്ച് രഹസ്യ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്തൃ സാന്നിധ്യ ബോധത്തിൽ നമ്മൾ ഇരുന്ന് ആ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്തുന്നതാണ്. ഇനി നിങ്ങൾ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞാൽ പിന്നെ നമ്മുടെ വാ അടയും. പിന്നെ നമുക്കൊന്നും പറയാനില്ല, അവൻ പറയുന്നത് കേൾക്കുവാനാണ് നമുക്കിഷ്ടം. അങ്ങനെ കേട്ടിട്ടുള്ള പിതാക്കന്മാരും വിശുദ്ധന്മാരും അവർ കേട്ടതാണ് എഴുതി വച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ പ്രമേയസൂത്രകൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവസാനത്തെ ഒരു ചെറിയ 3-4 വരികൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകളായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ വേദശാസ്ത്രങ്ങളും ദൈവത്തെ പറ്റിയുള്ള രഹസ്യങ്ങളും ജ്ഞാനങ്ങളും നിറച്ചു വെച്ചിട്ട് അവസാനം, ആകയാൽ കർത്താവേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെന്നാൽ രോഗികളെ സൗഖ്യമാക്കണമേ, വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനകളെല്ലാം അവസാനിക്കുക. അല്ലാതെ നമ്മളുടെ പ്രാർത്ഥനകൾ പോലെ ഉള്ള പ്രാർത്ഥനകളും അല്ലത്. അതുകൊണ്ട് തനിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ നിർബന്ധമായിട്ടും അത് എല്ലാ ദിവസവും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും തനിച്ചിരുന്ന് ദൈവസാമീപ്യം, കർത്തൃ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ തൃത്വാവാസം എന്നുള്ള വാക്കാണ് കറക്റ്റ്, അതറിയുവാൻ സാധിക്കണം. താഴേക്ക് വായിക്കാം.